നമസ്തേ, വെൽക്കം ടു പ്രാണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉറക്കത്തിൻ്റെ പ്രോബ്ലമാണ്. എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഉറങ്ങാൻ പറ്റാത്തത്. എന്തുകൊണ്ടൊക്കെ വരാം, നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുള്ള അസുഖങ്ങൾ കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, അതുപോലെ തന്നെ മെൻ്റലി നമ്മൾ ഫിറ്റ് അല്ലെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചിന്തയാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചിന്തകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തകളിൽ മാത്രമായിരിക്കും നമുക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിലോ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ യോഗയിൽ നമുക്കൊരു 3 സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഈസി ആയിട്ട് ഉറങ്ങാം. ഒന്ന് നമ്മളെ ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കുന്നത്, ഒന്ന് നമ്മളൊരു മകാര ചാൻഡ് ചെയ്യുന്നത്, പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മകാര വ്യത്യസ്ത രീതിയിൽ ചാൻഡ് ചെയ്യുന്നത്. ഈ ഒരു 3 രീതിയിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ടും പെട്ടെന്ന് ഉറങ്ങാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളെ ബെഡിലോ അല്ലെങ്കിൽ തറയിലോ മാറ്റിട്ട് അതിലോ പതുക്കെ ശവാസനത്തിൽ കിടക്കുക. അതായത് കാലുകൾ അല്പം അകറ്റി വയ്ക്കുക, കൈകൾ അല്പം അകറ്റി വയ്ക്കുക. എന്നിട്ട് വളരെ റിലാക്സ് ആയിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് കിടക്കുക. സാധാരണ ശ്വാസം നോർമലായിട്ട് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് പുറത്ത് വിടുക, റിലാക്സ് ആയിട്ട് കിടക്കുക. ഇനി ആദ്യത്തെ ടെക്നിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വലത് കൈപ്പത്തി നേരെ വയറിന് മുകളിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വയറ് മുകളിലേക്ക് ഉയരുന്നതും താഴേക്ക് താഴുന്നതും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് 9 തവണ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളെ വയറ് മുകളിലേക്ക് ഉയരുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, കാരണം നിങ്ങളുടെ കൈ വയറിന് മുകളിൽ വെക്കുന്നതിനെ കൊണ്ട്. അതുപോലെ തന്നെ ശ്വാസം വിടുന്ന സമയത്ത് കൈ പതുക്കെ താഴേക്ക് താഴുന്നതും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങളെ മുഴുവൻ ശ്രദ്ധയും വയറിലേക്ക് കൊടുക്കുക. എന്നിട്ട് 9 പ്രാവശ്യം ഡീപ്പായിട്ട് ബ്രെത്ത് എടുത്ത് വിടുക. ഇനി ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ നെഞ്ചിൻ്റെ ഭാഗം നമ്മളെ മുഖത്തിൻ്റെ ഭാഗമൊക്കെ വളരെ റിലാക്സ് ആവണം. നമ്മൾ വയറ് കൊണ്ട് മാത്രം ബ്രീത്ത് എടുക്കുക, എന്നിട്ട് പുറത്ത് വിടുകയും ചെയ്യുക. ഇനി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമുക്കൊരു 6 പ്രാവശ്യം ചെയ്യാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 9 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ കാലുകൾ അകറ്റി വയ്ക്കുക. നിങ്ങളെ ഇടത് കൈ അല്പം ശരീരത്തിൽ നിന്ന് അകറ്റി വയ്ക്കുക. ഇനി വലത് കൈപ്പത്തി നേരെ വയറിന് മുകളിൽ വയ്ക്കുക. ഫസ്റ്റ് നിങ്ങൾ വയറിൻ്റെ ചലനം ഒന്ന് ശ്രദ്ധിക്കുക, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക, സാധാരണ ശ്വാസഗതി. ഇനി പതുക്കെ സാവധാനത്തിൽ നന്നായി ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആ സമയത്ത് വയറിൻ്റെ ഭാഗം മുകളിലേക്ക് ഉയരുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഇനി വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടാം. ആ സമയത്ത് വയറിൻ്റെ ഭാഗം താഴേക്ക് താഴുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു 6 പ്രാവശ്യം ചെയ്തു നോക്കാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നന്നായി ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, വയറ് നന്നായി ഒന്ന് ഉയർത്തുന്നു. ഇനി വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്ത് വിടുന്നു. ഡീപ്ലി ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുന്നു, എക്സേൽ, ഇൻഹേൽ. ദീർഘമായി ശ്വാസം എടുക്കുന്നു, എക്സേൽ. ഈ രീതിയിൽ നിങ്ങളൊരു 9 പ്രാവശ്യം ചെയ്തു നോക്കുക. വളരെ സാവധാനത്തിൽ ചെയ്യുക. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും വയറിൻ്റെ ചലനങ്ങളിലായിരിക്കും. വയറ് മുകളിലേക്ക് ഉയരുന്നതും താഴേക്ക് താഴുന്നതും മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇതാണ് ഫസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 9 പ്രാവശ്യം ചെയ്യുക. ഇനി രണ്ടാമത്തത് നിങ്ങൾ ഈ രീതിയിൽ കിടക്കുക. ഈ സമയത്ത് കൈ റിലാക്സ് ചെയ്ത് വയ്ക്കുക. ഇന്ന് നമ്മുടെ തൊണ്ടയിൽ നിന്ന് നമ്മളൊരു മകാര ശബ്ദം ഉണ്ടാക്കുക, അതായത് എന്നുള്ള ശബ്ദം. ആദ്യം നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം വിടുന്ന സമയത്ത് എന്നൊരു ശബ്ദം ഉണ്ടാക്കുക. ഇതും നിങ്ങൾക്കൊരു 9 പ്രാവശ്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു 6 പ്രാവശ്യം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം വിടുന്ന സമയത്ത് എന്നുള്ള ശബ്ദം തൊണ്ടയിൽ നിന്നുണ്ടാക്കാം. എന്നിട്ട് അപ്പോൾ ആദ്യം ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക,
നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ശബ്ദത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. അപ്പം ശബ്ദം അവസാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയും മനസ്സൊക്കെ റിലാക്സ് ആവുന്നതായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം കൂടി നമുക്ക് ഇപ്പം ചെയ്ത് നോക്കാം. നന്നായി ശ്വാസം എടുക്കുന്നു. വീണ്ടും ശ്വാസം ദീർഘമായി എടുക്കുന്നു. ഓരോ മകാര എൻഡ് ചെയ്യുമ്പോഴും അവസാനിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സൈലൻസ് ആസ്വദിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരവും മനസ്സും റിലാക്സ് ആവുന്നതും അറിയാൻ ശ്രമിക്കുക. 4th one, നന്നായി ശ്വാസം എടുക്കുന്നു. Sixth one, breathe in. ഓരോ സമയവും നിങ്ങൾ തിരുമകാര എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈലൻസിലേക്ക് ശ്രദ്ധിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3rd സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനിയും നിങ്ങളെ ബോഡിയും മനസ്സും റിലാക്സ് ആവണമെങ്കിൽ നിങ്ങൾക്ക് 3rd സ്റ്റെപ്പിലേക്ക് പോവാം. 3rd എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ മകാര ചാൻഡ് ചെയ്യുന്നു. പക്ഷേ നമ്മളെ ബ്രീത്തിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പം തൊട്ടുമുമ്പ് നമ്മൾ എടുത്ത ദീർഘമായൊരു ശ്വാസമാണ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു 60%, നിങ്ങളെ ലങ്സിൻ്റെ 60% മാത്രം ഇൻഹേൽ ചെയ്യുക. അതായത് നിങ്ങൾ സാധാരണ ശ്വാസം എടുക്കുന്നതിൽ അല്പം അധികം ബ്രീത്ത് ഇൻ ചെയ്യുക, എന്നിട്ട് മകാര ചാൻഡ് ചെയ്യുക. ഇവിടെയുള്ള മകാര വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലും ഉള്ളിലാണ് ചാൻഡ് ചെയ്യുന്നത്. ഒരു ഇത്തിരി മാത്രം പുറത്തേക്ക് ശബ്ദം ഉണ്ടാക്കിയിട്ട് മകാര ചാൻഡ് ചെയ്യുക. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഇന്നർ ചാൻഡിങ് ആണ്. ഈ ഒരു ചാൻഡിങ്ങോട് കൂടി നിങ്ങളുടെ ശരീരവും മനസ്സും റിലാക്സായി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉറങ്ങാൻ പറ്റും. ഇവിടെ നമുക്ക് 6 പ്രാവശ്യം മാത്രം ചെയ്യാം. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു 21 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ചെയ്യുന്നത് വളരെ പതുക്കെ ശ്വാസം എടുക്കുക. ഈ മകാര നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്നറിയില്ല. വളരെ സാവധാനവും പതുക്കെ നമ്മുടെ മനസ്സിലാണ് നമ്മൾ കൂടുതൽ ചാൻഡ് ചെയ്യുന്നത്. പുറത്തേക്ക് ഒരിത്തിരി മാത്രമേ ചാൻഡ് ചെയ്യുന്നുള്ളൂ. ഒരു 5 പ്രാവശ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം. പതുക്കെ ശ്വാസം എടുക്കുക. വളരെ കുറച്ച് മാത്രം ഇൻഹേൽ ചെയ്യുക. ഇവിടെയും ഓരോ മകാരവും എൻഡ് ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ സൈലൻസിലേക്കാണ്. നമ്മൾ ആ സൈലൻസിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക. എന്നിട്ട് അല്പനേരം ആ സൈലൻസ് ഒന്ന് ആസ്വദിക്കുക. എന്നിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകും. 3rd one, പതുക്കെ ശ്വാസം. ഫോർത്ത് വൺ, സാധാരണ ശ്വാസം. ഫിഫ്ത്ത് വൺ. And
ആൻഡ് ദ ലാസ്റ്റ് വൺ. സാധാരണ ശ്വാസം തന്നെ. ബ്രീത്ത് ഒന്ന് പതുക്കെ എടുക്കുക. പതുക്കെ സൈലൻസിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുക. താനേ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഉറങ്ങാനുള്ള 3 ഈസി ടെക്നിക്സ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ ബെഡിൽ കിടന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്നുള്ളതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.